ഗാസ മുനമ്പിലെ മാനുഷിക പ്രതിസന്ധി, പ്രത്യേകിച്ചും രൂക്ഷമാകുന്ന ഭക്ഷ്യക്ഷാമം, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള രാഷ്ട്രീയ വാക്പോരിന് പുതിയ മാനം നൽകിയിരിക്കുകയാണിപ്പോൾ. യുദ്ധം തുടങ്ങിയത് മുതൽ ഗാസയിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും സഹായം എത്തിക്കുന്നതിലുള്ള തടസ്സങ്ങളും ജനജീവിതം താറുമാറാക്കുകയാണ്. ഇതിനിടെ ഗാസയിലെ UN സഹായ വിതരണ കേന്ദ്രത്തിൽ ജനക്കൂട്ടത്തിന് നേരെ വെടിവയ്പുണ്ടായതിന്റെ ദൃശ്യങ്ങൾ UN പുറത്തുവിട്ടതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഈ സംഭവം ഗാസയിലെ പട്ടിണിയുടെയും സംഘർഷത്തിന്റെയും ഭീകരമായ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു. ഭക്ഷണവുമായി വന്ന വാഹനങ്ങൾക്ക് ചുറ്റും തടിച്ചുകൂടിയ നൂറുകണക്കിന് പലസ്തീനികൾക്ക് നേരെ വെടിവെപ്പ് നടക്കുന്നതിന്റെ വീഡിയോയാണ് UN പോസ്റ്റ് ചെയ്തത്. US പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഈ ആക്രമണം. ഭക്ഷണം കാത്തിരുന്ന സാധാരണക്കാർക്ക് തൊട്ടടുത്ത് വെടിയൊച്ചകൾ മുഴങ്ങുന്നതും വെടിയുണ്ടകൾ മണ്ണിൽ തട്ടി പൊടി ഉയർന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ നിർബന്ധിതരാകരുതെന്ന കുറിപ്പോടെയാണ് UN ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ ദൃശ്യങ്ങൾ ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത ഭക്ഷ്യക്ഷാമത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. വെടിവെപ്പ് നടന്നിട്ടും ജീവൻ പണയം വെച്ച് ജനക്കൂട്ടം പിരിഞ്ഞു പോകാതെ സഹായത്തിനായി കാത്തു നിൽക്കുന്നതും അവർ എത്രത്തോളം നിസ്സഹായരാണെന്ന് കാണിക്കുന്നതാണ്. പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലും മതിയായി ഭക്ഷണം ലഭിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന് UN ഏജൻസികൾ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അടിസ്ഥാനപരമായ പോഷകാഹാരത്തിന്റെ അഭാവം കുട്ടികളിൽ വളർച്ചാ മുരടിപ്പിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ആശുപത്രികൾ തകർന്ന നിലയിലായതിനാൽ ചികിത്സയും ദുർബലമാണ്. കുടിവെള്ളത്തിന്റെ ലഭ്യതയും ഒരു വലിയ പ്രശ്നമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇതെല്ലാം ഗാസയെ ഒരു മാനുഷിക ദുരന്തത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഗാസയിൽ പട്ടിണിയില്ലെന്ന് ഇസ്രയേൽ വാദിക്കുന്നതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്. ഗാസ നിവാസികൾക്ക് എത്തിക്കുന്ന സഹായം ഹമാസ് കൊള്ളയടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഇസ്രയേൽ ശക്തമായി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്.